നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഉടമ്പടി പരീക്ഷിക്കണത്? കിട്ടുമായിരിക്കും, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകുതി ചെയ്യത്തില്ല. ചിലപ്പോൾ കുമ്പസാരിക്കാൻ താമസിക്കുന്നു, ചിലർ പ്രേക്ഷിത പ്രവർത്തനം താമസിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ്? പിന്നെ ചിലപ്പോൾ നിങ്ങൾ പുതുക്കുമ്പോൾ ചെയ്യുമായിരിക്കും. വൈ യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ പുതുക്കുമ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ആയിക്കൂടാ? ഇപ്പോൾ ഒരു സാക്ഷി, ഇപ്പോൾ ഇന്നലെ കേട്ട സാക്ഷി എന്താ? അതായത് അയാളെ മുടിയൊക്കെ വെള്ളത്തിൽ കെട്ടി ഭാര്യയേക്കാൾ കഷ്ടമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വല്ല കഞ്ചാവ് പാർട്ടിയോ ആയിരിക്കും വിചാരിക്കുന്നു. പക്ഷേ അല്ല, അയാളുടെ സ്റ്റൈലിനനുസരിച്ച് അയാളുടെ ഒരു രീതിയിൽ അത് കെട്ടിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈഫ് എന്താ പറയണത്? ഹസ്ബൻഡാണ്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം, എല്ലാ വീട്ടിലും കൊടുക്കാം എന്ന് പറയണത്. കാര്യത്തിൽ അവർക്ക്, ആ മനുഷ്യന് ഉറപ്പാണ്. എന്തിനുറക്കം? ഞാൻ ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നും അവരുടെ കാര്യത്തിന് അവർക്കതിനുള്ള ത്രാണി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവമല്ലാതെ വേറെ മാർഗമില്ലെന്നും അത് ദൈവത്തിന് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ല പരിഹാര മാർഗ്ഗം ഇല്ലെന്നൊക്കെ ആ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ ഓടി തിരിഞ്ഞിട്ടുണ്ട്.